നെൽകർഷകരോട് കൊടും ക്രൂരത. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 300,48 ലക്ഷം രൂപ. 1,27,000-ഓളം കർഷകരിൽ 3.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടാനുള്ളവരുണ്ട്. പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവർ പോലും പണം കിട്ടാനുള്ളവരിൽ ഉൾപ്പെടുന്നു. ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 3,48,67,000 രൂപയാണ് നെൽകർഷകർക്ക് കിട്ടാനുള്ളത്. 1,27,000 കർഷകർ പണം പ്രതീക്ഷിച്ച് കാത്തിരിപ്പിലാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 41,470 കർഷകർക്കായി 105,60,00,000 രൂപ കുടിശ്ശികയാണ്. കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ 84,85,00,000 രൂപയാണ് കുടിശ്ശിക. മറ്റു ജില്ലകളിൽ കുടിശ്ശിക ഇങ്ങനെ: എറണാകുളം 3,13,00,000, കോട്ടയം 34,09,00,000, പത്തനംതിട്ട 6,99,00,000, തൃശൂർ 52,60,00,000, വയനാട് 2,76,00,000. പണം കിട്ടാനുള്ളതിൽ ഭൂരിഭാഗവും പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവരാണ്. ക്വിൻ്റലിന് 2,150 രൂപയ്ക്കാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ 1,410 രൂപ കേന്ദ്രവിഹിതമാണ്. കേന്ദ്രവിഹിതം നൽകിയിട്ടുണ്ട്. 740 രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് കുടിശ്ശികയായത്. വൻ തുക കുടിശ്ശികയായത് കർഷകരെ തീർത്തും ദുരിതത്തിലാഴ്ത്തുന്നു. MR സജേഷ്, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ MR സജേഷ് നൽകും. സജേഷ്, കാലങ്ങളായി തന്നെ കർഷകരെ, കാരണം പലപ്പോഴായി കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കർഷകരെ അവർക്ക് കുടിശ്ശിക നൽകുമെന്ന രീതിയിൽ വാഗ്ദാനങ്ങൾ വരുന്നു. പക്ഷേ വീണ്ടും കർഷകർ പരിതപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ആകെ തുക പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണോ ലഭിക്കുന്നത്? തീർച്ചയായും പ്രജീഷ്, കഴിഞ്ഞ പുഞ്ചകൃഷിക്കാലത്ത് മാത്രം നൽകാനുള്ള കുടിശ്ശികയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുതന്നെ ഏതാണ്ട് 300,48,00,000 രൂപ വരുന്നു. 1,27,000-ഓളം കർഷകർക്കാണ് പണം നൽകാനുള്ളത്. ഇതിൽ 3.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള നെൽകർഷകരുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നെൽകൃഷിക്ക് ചെലവേറി വരികയാണ്. 500 മുതൽ 700 രൂപ വരെയാണ് ഒരു ദിവസം ഇപ്പോൾ നെൽകൃഷിക്ക് വേണ്ടി പാടത്തിറങ്ങുന്ന ഒരാൾക്ക് കൂലി നൽകേണ്ടത്. ഈ രീതിയിൽ കൃഷി നടത്തി എത്തിയവർക്കാണ് ഈ പണം കിട്ടാനില്ലാത്തത്. നെൽകൃഷി വലിയ തോതിൽ സംസ്ഥാനത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പരിതപിക്കുന്നു. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുന്നു. എന്നാൽ കൃഷി നടത്തി സർക്കാരിന് നെല്ല് നൽകിയവർക്ക് പോലും പണം തിരികെ നൽകുന്നതിന് സപ്ലൈകോക്ക് കഴിയുന്നില്ല. വലിയ ദുരിതത്തിലേക്കാണ് കർഷകരെ തള്ളിവിടുന്നത്. പ്രത്യേകിച്ചും പാലക്കാടും ആലപ്പുഴയുമാണ് ഇത് വലിയ തോതിൽ ബാധിക്കുക. പാലക്കാട് ജില്ലയിൽ 41,470 കർഷകർക്കായി 105 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ആലപ്പുഴയിൽ ഇത് 32,306 കർഷകരെ ബാധിക്കുന്നു. 84 കോടി രൂപ കുടിശ്ശികയാണ്. സമാനമായ അവസ്ഥയിൽ മറ്റു ജില്ലകളിലും പണം നൽകിയിട്ടില്ല. പ്രജീഷ്, തീർത്തും അവിടെ പരിശോധിക്കുമ്പോഴാണ് ഒരു വൈരുദ്ധ്യം രൂപപ്പെടുന്നത്. കാരണം കേന്ദ്രവിഹിതം അവിടെ നൽകുന്നുണ്ട്. അത് വ്യക്തമായി സജീഷ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന വൈരുദ്ധ്യം, കേന്ദ്രവിഹിതം അവിടെ ലഭിക്കുന്നുണ്ടോ, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് കർഷകർക്ക് ലഭിക്കാത്തത് എന്ന വലിയ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു. പലകുറി കർഷക സംഘടനകളുമായിട്ടൊക്കെ നടത്തിയ ചർച്ചകളിൽ പോലും ഈ ഉറപ്പ് നൽകുമെന്ന് പാലിക്കാവുന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായിരുന്നത്? യഥാവിധി എന്തുകൊണ്ട് കർഷകർക്ക് ഈ വിഹിതം എത്തുന്നില്ല എന്നതിൻ്റെ മൂലകാരണം ഒരുപക്ഷെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്? പ്രജീഷ്, ഈ 1,27,000 കർഷകർക്കായി കേന്ദ്രവിഹിതം നൽകേണ്ടിയിരുന്നത് 455,63,00,000 രൂപയാണ്. അത് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകേണ്ട 3,48,67,057 രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പണം ഇന്ന് തരാം നാളെ തരാമെന്നാണ് കർഷകരോട് സപ്ലൈകോ ഇപ്പോഴും പറയുന്നത്. നിരന്തരമായി കർഷകർ ഈ പണത്തിൻ്റെ പ്രതീക്ഷയിലാണ്. പലർക്കും മക്കളുടെ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങളുണ്ട്. ജൂണിൽ സ്കൂൾ തുറക്കുകയാണ്. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് നെൽകർഷകർ മാറുന്നു. ഈ ഘട്ടത്തിലാണ് സപ്ലൈകോയെ അവർ നിരന്തരം സമീപിക്കുന്നത്. പണം ഇന്ന് തരാം നാളെ തരാമെന്ന് പറയുന്നതല്ലാതെ വകുപ്പ് മന്ത്രിയോട് അന്വേഷിക്കുമ്പോഴും ഇതിനായി പ്രത്യേക തുകയൊന്നും ഇപ്പോഴും മാറ്റിവെച്ചിട്ടില്ല. അതായത് സജീഷ്, പ്രത്യേക പാക്കേജ് ഇതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല.
നിലവിലെ അവസ്ഥ അനുസരിച്ച് പ്രത്യേക തുക ഈ സംഭരിക്കപ്പെട്ടിട്ടുള്ള നെല്ലിന് ഏറ്റവും ഒടുവിലെ പുഞ്ചകൃഷിയിൽ സംഭരിക്കപ്പെട്ടുള്ള നെല്ലിന് വേണ്ടി ₹1 പോലും ഇതുവരെയും മാറ്റിവെച്ചിട്ടില്ല. കേന്ദ്ര വീതം മാത്രമാണ് കർഷകർക്ക് നൽകിയിട്ടുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ചിലവിൻ്റെ പകുതി പോലും അവർക്ക് തിരികെ കിട്ടാത്ത അവസ്ഥയുമാണ്. പൂർണ്ണമായി പണം കിട്ടിയാൽ പോലും നെൽകൃഷി നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ഘട്ടത്തിലാണ് പണം പോലും പൂർണ്ണമായി കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ പണമില്ല, മക്കളുടെ കല്യാണത്തിന് പോലും. സജേഷിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ജോണി നെല്ലൂർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോണി നെല്ലൂർ, വറുതിയിലേക്ക് പോവുകയാണ് നെൽകർഷകർ. കുട്ടനാടും പാലക്കാടും ഒക്കെ പരിശോധിച്ചാൽ ഈ ഒന്ന് കാലാവസ്ഥയുടെ വ്യതിയാനം, 2 ഈ പറയുന്ന രീതിയിൽ സ്കൂളടക്കം തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യം, അവർക്ക് ആത്മഹത്യക്ക് പോലും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടനാട്ടിലെ അടക്കമുള്ള കർഷകർ പോകുന്നത്. സ്ഥിതി ഇത്രത്തോളം ഗുരുതരമായിട്ട് കൂടി ഒരു ഇടപെടൽ എന്തേ ഇത്രനാൾ നടക്കാതെ പോയത്? വലിയ കുടിശ്ശികയാണ് നൽകാനുള്ളത്. അല്ല, അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള ചർച്ചയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൃഷിക്കാർക്ക് കുറെ തുക കൊടുക്കാനുണ്ടെന്നുള്ളത് ശരിയായിരുന്നു. ഏതാണ്ട് 200 കോടി രൂപ ഇന്നലെയാണ് 2 ദിവസം മുമ്പാണ് ഈ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി റിലീസ് ചെയ്തതെന്നാണ് എന്റെ അറിവ്. മാത്രമല്ല, കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് അതായത് ജോണി നെല്ലൂർ 2 ദിവസം മുമ്പ് എത്ര കോടി രൂപ റിലീസ് ചെയ്തു? താങ്കളുടെ വ്യക്തമായി പറഞ്ഞാൽ. ഞാൻ എന്റെ കൃത്യതുക എനിക്കറിയില്ല. കുടിശ്ശിക കിട്ടാനുള്ള പണം ഏതാണ്ട് തീർത്തു കൊടുക്കത്തക്ക വിധത്തിലുള്ള പണം റിലീസ് ചെയ്തു എന്നാണ് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ദയവായി ശ്രീ ജോണി നെല്ലൂർ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്ത പ്രതിനിധിയിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ സജേഷ്, ഏത് സമയം വരെയാണ് ഉള്ള കണക്കാണ് സജേഷ് റിപ്പോർട്ട് ചെയ്തത്? കാരണം ഭീമമായ തുക ഞാൻ ഇതുവരെയും കേട്ട സ്ഥിതിക്ക് വലിയ തുക തന്നെ എന്തായാലും ഓരോ ജില്ലയിലും നൽകാനുണ്ട്. ആ സ്ഥിതിക്ക് നോക്കിയാൽ ജോണി നെല്ലൂർ പറയുന്നത് 2 ദിവസം മുമ്പ് വരെ വലിയ തുക റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വ്യക്തതയിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീ ജോണി നെല്ലൂർ, സജേഷാണ്. 24/4/2016 വരെയുള്ള കണക്കാണ് സർക്കാർ ഇപ്പോൾ തന്നിട്ടുള്ളത്. 26/4/2016 മിനിഞ്ഞാന്ന് വരെ സപ്ലൈകോ നൽകാനുള്ള തുകയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സപ്ലൈകോയുടെ തന്നെ കണക്കുകളാണിത്. വലിയ തോതിൽ ദുരിതത്തിലേക്ക് കർഷകരെ ആക്കുന്ന കണക്കാണ്. താങ്കൾ കൂടി ഇടപെട്ട് ഈ പണം അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 300 കോടി രൂപയോളം കുടിശ്ശികയാണ്. 1,27,000-ഓളം കർഷകരാണ് പ്രതിസന്ധിയിലുള്ളത്. ഒട്ടേറെ തവണ സപ്ലൈകോയിൽ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് അവരുമായി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കൾ എല്ലാവരും പറയുന്നു. പണം ഇന്ന് നൽകാം, നാളെ നൽകാമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായി അവരുടെ കയ്യിലേക്ക് പണം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ സർക്കാർ താഴെ ഇറങ്ങിയാൽ മറ്റൊരു സർക്കാർ വരുന്നതുവരെയുള്ള കാലയളവ് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വരും. ശ്രീ ജോണി നെല്ലൂർ, 26-ാം തീയതി വരെയുള്ള കണക്കുകൾ, അതിനുശേഷം 1 ദിവസം മാത്രമേ ഇന്നലെ ഉള്ളൂ. ആ ദിവസമാണോ താങ്കൾ ഈ പറയുന്നത് പോലെ ഇത്ര തുക അവർക്ക് നൽകിയതായി റിലീസ് ചെയ്ത താങ്കൾക്ക് ബോധ്യമുള്ളത്? പറഞ്ഞ റിപ്പോർട്ടിനോട് ഞാൻ ആ റിപ്പോർട്ട് ശരിയല്ലായെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായി ഈ കാര്യങ്ങൾ കഴിഞ്ഞ പ്രശ്നങ്ങളായി ഞാൻ അന്വേഷിച്ചിരുന്നൊരു കാര്യമല്ല. പക്ഷേ ഇന്നലെ ഒരു പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പ്രസംഗിക്കുന്നത് കേൾക്കുവാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് നെല്ലെടുത്ത കൃഷിക്കാർക്കെല്ലാം കൊടുക്കാനുള്ള തുക മുഴുവൻ കൊടുക്കുവാനുള്ള തുക ഗവൺമെന്റ് ഇതിനോടകം റിലീസ് ചെയ്ത് കഴിഞ്ഞു എന്ന പ്രസംഗത്തിൽ കേട്ടു. ഞാൻ ആ വിവരം പറഞ്ഞു. ഏതായാലും ഞാനത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അന്വേഷിച്ചു. മാത്രമല്ല, കൃഷിക്കാർക്ക് കിട്ടാനുള്ള മുഴുവൻ തുകയും കൊടുക്കണം, എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്നാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയണം. ഈ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ കേരളത്തിലെ കൃഷിക്കാരോട് UDF ഗവൺമെന്റ് ചെയ്ത വലിയൊരു കാര്യം, 13.50 മാത്രമുണ്ടായിരുന്ന നെല്ലിന്റെ സംഭരണ 21.50 വർദ്ധിച്ചൊരു ഗവൺമെന്റാണിത്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നൊരു ഗവൺമെന്റ് ഇപ്പോ ഏതെങ്കിലും തുക കിട്ടിയിട്ടില്ലെങ്കിൽ അടിയന്തരമായ ശ്രീ ജോണി നെല്ലൂർ, ഈ കണക്കുകളാണ് അവർ തുറന്നു പറയുന്നു കണക്കുകൾ. കാരണം താങ്കൾക്ക് ബോധ്യമുള്ളത്, താങ്കൾ അടക്കം ഈ ചർച്ചകളിൽ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്, മുൻപും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടക്കമുള്ള ചർച്ചയിൽ താങ്കൾ ഇച്ഛാശക്തിയോടുകൂടി തന്നെ താങ്കൾ ഇടപെടുകയും പ്രതികരണം നടത്തിയ വ്യക്തിയാണ്. എന്നിട്ടും എന്തേ ആ ഘട്ടങ്ങളൊക്കെയും പിന്നിട്ട് വൈരുദ്ധ്യം എന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നുണ്ട്, സംസ്ഥാന വിഹിതം ലഭിക്കാത്ത ഒരു സാഹചര്യം. പല ഘട്ടങ്ങളും ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തൊരു പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ പറയുന്ന പ്രതിഷേധിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് എന്തർത്ഥം? ഞാൻ ഒരിക്കലും പ്രതിഷേധിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ തയ്യാറില്ല. പല സന്ദർഭങ്ങളിലും ഒരു കാര്യം തീർത്ത് പറയാം. ഈ വസ്തുതകൾ ഇപ്പോൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ആളുകളുമായി ഞാൻ ആശയവിനിമയം നടത്തും.
വളരെ പെട്ടെന്ന് ഇപ്പോ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനാവശ്യമായ കുടിശ്ശിക തീർക്കാൻ ആവശ്യമായ പണം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളോട് ഇന്ന് തന്നെ ഞാൻ പറയും. ഏതായാലും കൈരളി പീപ്പിളെ ഇക്കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൽ പ്രത്യേകമായ ഒരു നന്ദി നിങ്ങളോടുണ്ട്. കാരണം ഞാനിത് അറിഞ്ഞിരുന്നില്ല, ഇങ്ങനെ ഇത്രയും ഒരു കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താണ് ശ്രീ ജോണി നെല്ലൂർ, ഒരു നമുക്കിവിടെ ഫണ്ടിന്റെ അപര്യാപ്തതയാണ്, എന്താണ് ഒരു കാരണമായി ഇവർക്ക് മുന്നിൽ നമുക്ക് ഇനിയും പറയാൻ കഴിയുക? കാരണം ഇവരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം സർക്കാർ സപ്ലൈകോ അടക്കം നെല്ല് സംഭരിക്കുന്നുണ്ട്, കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു മൂല കാരണമായി ഒരു പക്ഷേ എടുത്ത് പറയാൻ കഴിയുന്നത് കുറച്ചെങ്കിലും നമുക്ക് ഒരു ഇച്ഛാശക്തിയുടെ പോരായ്മയാണോ, അതോ നടത്തിപ്പിൻ്റെയാണോ, അതോ വേണ്ട രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല? എന്താണ് ഒരു കാതലായ ഒരു വിഷയം ഇവർക്ക് ഈ കർഷകരെ ബോധ്യപ്പെടുത്താൻ? അവർക്കൊട്ടും ബോധ്യപ്പെടുന്നില്ല കാര്യങ്ങൾ. കാരണം ഇത് നൽകേണ്ട ബാധ്യത എന്തായാലും സർക്കാരിലേക്ക് വരികയാണ്. അത് എന്തുകൊണ്ട് മുടങ്ങുന്നു? ഒരു വിലങ്ങുതടി എന്താണ്? ഏതായാലും എന്ന് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഈ തുക ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടും, അതിനുവേണ്ടി ശ്രമിക്കും. ഏതായാലും 2-3 ദിവസം ഞാൻ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുമെന്ന് മാത്രമേ ഇപ്പം എനിക്ക് പറയാൻ കഴിയൂ. അങ്ങനെ അത് നൽകാൻ തയ്യാറില്ലെങ്കിൽ തീർച്ചയായും കൃഷിക്കാരോടൊപ്പം നിന്ന് ശബ്ദമുയർത്തുവാൻ ആകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ ജോണി നെല്ലൂർ പ്രതികരിച്ചതിന്. ഇപ്പോൾ സത്യൻ മുഖേരി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സത്യൻ മുഖേരി, കാരണം കർഷകരുടെ ദയനീയാവസ്ഥ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യമില്ല. കാരണം കുട്ടനാട്ടിലെയും പാലക്കാട് അടക്കമുള്ള നെൽകർഷകരുടെയൊക്കെ തന്നെ ജീവിതം അവർ എത്രത്തോളം വറുതിയിലാണ്. കാലാവസ്ഥയുടെ വ്യതിയാനം, ഒരു സ്ഥലത്ത് കാലാവസ്ഥ എത്രത്തോളം അവരെ വേട്ടയാടുന്നു, അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് അവർ വേട്ടയാടപ്പെടുകയാണ്. കാരണം വറുതിയിലേക്ക് പോകുന്നു, ആത്മഹത്യയുടെ വക്കിലേക്ക്. ഏകദേശം കഴിഞ്ഞ 26-ാം തീയതി, കഴിഞ്ഞല്ല ഈ മാസം ഒരു ദിവസം മുൻപ് ഉള്ള കണക്കുകളാണ്. അതിഭീമമായ തുക 52 കോടിയോളടക്കം പല ജില്ലകളിൽ കൊടുക്കാൻ ഉള്ള സാഹചര്യം. ഇതൊന്നും കർഷകരിലേക്ക് എത്തുന്നില്ല. അതേസമയം കേന്ദ്രവിഹിതം എത്തുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ബോധപൂർവമായി ഇടപെടൽ നടത്തുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ ഈ സമരത്തിൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ട വ്യക്തികളാണ്, എന്തുകൊണ്ട് ഇവരിലേക്ക് ഇപ്പോഴും കാലതാമസം ഈ ഫണ്ട് എത്തിക്കാൻ ഇച്ഛാശക്തി ഇല്ലായ്മയാണോ? കർഷകർ നേരിടുന്ന വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമവും ഉമ്മൻചാണ്ടി 70 ദിവസമായിട്ട് കേന്ദ്ര വീതം മാത്രം ശ്രീ സത്യൻ മുഖേരി 10 രൂപ കേന്ദ്ര വീതം കിട്ടുന്നത് കേരള സർക്കാർ ലഭിച്ചിട്ടില്ല ഈ 70 ദിവസമായിട്ട്. അപ്പൊ കേരളത്തിലെ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് കാർഷിക നെൽകർഷകരോടുള്ള സർക്കാരിൻ്റെ കൊടും ക്രൂരത സംബന്ധിച്ച വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കിട്ടാക്കടം പേറി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. വറുതിയുടെ കറുത്ത ദിനങ്ങൾ കർഷകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന, ആത്മഹത്യയുടെ വക്കിലേക്ക് കർഷകർക്ക് ലഭിക്കേണ്ട തുക ഇപ്പോഴും നൽകാതെ സർക്കാരിൻ്റെ നിലപാട് പോകുന്നുവെന്ന് ഈ അവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു. സംസ്ഥാനത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രൂക്ഷമായ വരൾച്ചയുടെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി വിജ്ഞാപനം ചെയ്യും. എന്നാൽ ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 10 RO പ്ലാന്റുകൾ ടെൻഡറില്ലാതെ വാങ്ങും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തെന്മല ഡാമിൽ നിന്നും വെള്ളമെത്തിക്കും. മരണകാരണം സൂര്യാഘാതമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം ലഭിച്ചാൽ മരണപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൂര്യാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യം വേണ്ടിവരും. ഇത് IMDയുടെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വീതം നൽകുന്നതാണ്.
കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ 2013 സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര അല്ല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഡാമിൻ്റെ കപ്പാസിറ്റിയും അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഇല്ല. സൂര്യാഘാതമേറ്റവർക്ക് ചികിത്സ സൗജന്യമായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കും. മമ്മൂട്ടി അടക്കമുള്ളവർ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജലവകുപ്പ് സെക്രട്ടറി VJ കുര്യനെ യോഗം ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണത്തിനായി 49 കോടി രൂപ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി PK മൊഹന്തി, റവന്യൂ വകുപ്പ് സെക്രട്ടറി വിശ്വാസ് മേത്ത, ജല സെക്രട്ടറി VJ കുര്യൻ, ഫിനാൻസ് സെക്രട്ടറി KM എബ്രഹാം എന്നിവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചാക്കെടുതി നേരിടാൻ സന്നദ്ധ പ്രവർത്തനവുമായി നടൻ മമ്മൂട്ടി. ഇതിന്റെ ഭാഗമായി സഹായ മനസ്ഥിതിയുള്ളവരെയും സംഘടനകളെയും പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ യോഗം ചേരും. സന്നദ്ധ പ്രവർത്തകരും സർക്കാരുമായും ചേർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ തയ്യാറെന്ന് മമ്മൂട്ടി ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചിരുന്നു.